Rajbi, right from Garudagamana, you were part of some violent scenes. You were present as a character. Garudagamana എടുത്ത് നോക്കിയാലും രൂപാന്തരം എടുത്ത് നോക്കിയാലും ടേബ് എടുത്ത് നോക്കിയാലും ഇതിലും നമ്മുടെ ടീച്ചറിലൊക്കെ വയലന്റ് സീൻസ്, എസ്പെഷ്യലി പല്ലിലൊക്കെ ബ്ലഡ് ഉള്ള സീൻസ്. സോ ഡസ് ഇറ്റ് ഫീൽ റിപ്പിറ്റേറ്റീവ്? ആക്ച്വലി ഞാൻ സ്വാതി മുത്തിനെ മലയാളം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ വയലന്റ് കണ്ട ചെയ്താൽ മാത്രമേ കാണൂ. ആക്ച്വലി നോ, ദാറ്റ് ഇസ് നോട്ട് ദ തിങ്. ആഫ്റ്റർ ഗരുഡഗമന ചില ക്യാരക്ടറുകൾ അങ്ങനെ കിട്ടി, അങ്ങനെ ചെയ്തിട്ടുണ്ട്. നോർമലി ഏത് പടങ്ങൾ ആക്ച്വലി സക്സസ്ഫുൾ ആവും അതിൻ്റെ ക്യാരക്ടേഴ്സ് കുറച്ചും കൂടി ഡിസ്കസ് ആവും. I think maybe if Swati Muthina Malahani was commercially that successful, that character would have been discussed. അങ്ങനെ മാത്രമേ ഉള്ളൂ. ഇതിന് നെക്സ്റ്റ് എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ ഞാൻ ഒരു കോമഡി ഫിലിമിൽ ഒരു ക്യാമിയോ റോൾ ചെയ്യും. കോമഡി എനിക്ക് ഫസ്റ്റ് ഫിലിം കോമഡി തന്നെ ഞാൻ ചെയ്തത്. ഐ എൻജോയ് എവറിഥിങ്. സോ ഐ വാസ് വെരി comedy was very monotonous for me for certain amount of time. Right now I feel like, you know, the intense character is becoming a little monotonous. Let me try. Let me see in the future. ഈ ഗ്രേ ഷെയ്ഡ്സ് അല്ലേ വരുന്ന ക്യാരക്ടേഴ്സിലൊക്കെ, ഇത് അതിന് ഇൻപുട്സ് രാജ്ബിയുടെ ഭാഗത്തുനിന്നുണ്ടാവോ? എനിക്ക് പ്യുവർ വൈറ്റോ പ്യുവർ ബ്ലാക്കോ വേണ്ട, അത് കുറച്ച് ഗ്രേയും കൂടി. ഐ മീൻ എനിക്ക് തോന്നുന്നു ടെർബോയിൽ ഉൾപ്പെടെ എന്തുകൊണ്ട് ആ ക്യാരക്ടർ അങ്ങനെ ആയെന്നുള്ളൊരു പ്രീക്കൾ കുറച്ച് സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേ ആക്കാൻ വേണ്ടിയിട്ടുള്ള, വൈറ്റും അല്ല ബ്ലാക്കും അല്ല, നല്ലതും അല്ല ചീത്തയല്ല, രണ്ടിന് മിക്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് പലപ്പോഴും രാജ്ബിയുടെ ഭാഗത്താണ് ഉണ്ടാവുന്നത്. ഇല്ല, നോർമലി സ്ക്രിപ്റ്റ് വരുമ്പോഴേ അങ്ങനത്തെ സ്ക്രിപ്റ്റ് വരും. ഇപ്പോൾ ഗരുഡഗമന പടം കണ്ടിട്ട് അവർക്ക് എൻ്റെ റൈറ്റിംഗ് സെൻസിബിലിറ്റി അറിയൂല്ലേ, അങ്ങനത്തെ ടെക്നീഷ്യൻസ് ഞാൻ അട്രാക്ട് ചെയ്യും ഫോർച്ചുനേറ്റ്ലി. അപ്പോൾ ഇവർ വരുമ്പോഴും ഞാൻ കറക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, അവരെ അങ്ങനത്തെ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ്സ് ദ റീസൺ ഐ ഗോട്ട് അട്രാക്റ്റഡ്. അപ്പോൾ എനിക്കും ഓക്കെ, ഐ റിയലി റിലേറ്റ് വിത്ത് ദ ക്യാരക്ടർ ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് നെഗറ്റീവ്, നോട്ട് പോസിറ്റീവ്. ഹി ഹാസ് ഗുഡ് സൈഡ്, ഹി ഹാസ് darker side, just like me. So I think that's the reason. ഞാൻ അങ്ങനെ കറക്ഷൻ ചെയ്യില്ല. Normally if somebody creates a very positive character or very negative character, I tell that like maybe it is not for me because it is not looking real for me. അങ്ങനെ ഈ മാത്യുവിലായിരിക്കും ഫസ്റ്റ് ടൈം ട്രിംഡ് ബിയേർഡ്, സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ക്ലോത്ത്സ്, അങ്ങനെ ഒരു കുറച്ച് ഞാൻ ഇവിടെ ചോദിച്ചു വേണോ ഇത്, അത് ലുക്ക് എനിക്ക് ഓക്കെ. ബട്ട് ഹി വാസ് വെരി കൺവിൻസ്ഡ്, ഇങ്ങനെ നമുക്ക് ചെയ്താൽ നന്നായിട്ട് ലുക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണമെങ്കിലും ചെയ്യാം, മീൻ വാട്ട് എവർ യു വാണ്ട് ഫോർ ദ ഫിലിം യു ക്യാൻ ഡു. ബട്ട് ഞാൻ അങ്ങനത്തെ ആളല്ലേ, ട്രിംഡ് ബിയർ പിന്നെ അങ്ങനെ അത് ക്യാരി ചെയ്യാൻ എനിക്ക് അറിയില്ല. പക്ഷെ ഡയറക്ടർ ഡിസൈഡ് ചെയ്ത് ഓക്കെ ഈ ക്യാരക്ടർക്ക് ഇത് വേണം. സോ വാട്ട് എവർ ദ ക്യാരക്ടർ നീഡ്സ് ഐ ഡിഡ്. ഇൻ ദ ഫസ്റ്റ് ഫിലിം ഐ ഹാഡ് ഡൺ ഇറ്റ്, ബട്ട് ഇറ്റ്സ് എ കോമഡി. എനിക്കിങ്ങനെ ഓക്കെ അവൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കാണുമ്പോൾ ഓക്കെ ഈ ലുക്ക് ഫിറ്റ് ആവാം. So, but director was very convinced that okay, this is what I want. Whatever the film wants, we need to do it. And now when I look at the result, I'm happy about it. Does clothes help you for getting into the skin of character? Definitely. അതെന്താ വെച്ചാൽ നമുക്ക് അവൻ്റെ ഇപ്പോൾ അവൻ ഷൂ ഇല്ലെങ്കിൽ ചപ്പൽ ഇല്ലെങ്കിൽ അവൻ്റെ attires normally adds to the personality, sophistication, movement and attitude of the character. അപ്പോൾ കുറച്ച് ടൈം വേണം നമുക്ക് ആ കോസ്റ്റ്യൂമിൽ, നമുക്ക് കുറച്ച് ടൈം നടന്നാൽ, നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് അവരുടെ ക്യാരക്ടറുടെ സൈക്കോളജി, വാക്കിംഗ് സ്റ്റൈൽ എല്ലാം മനസ്സിലാവും. ഡെഫിനറ്റ്ലി കോസ്റ്റ്യൂം ഇല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ക്യാരക്ടർ. ഹലോ, ഗുഡ് മോർണിംഗ്. എനിക്ക് ചോദിക്കാനുള്ള, ഐ ബിലീവ് ദിസ് വാസ് ടെക്നിക്കലി ഫസ്റ്റ് ഡെബ്യൂ മൂവി മലയാളം. അപ്പം ആദ്യമായിട്ട് ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഇത് ഏറ്റെടുത്തപ്പോഴും ലൈക്ക് യു മസ്റ്റ് ഹാവ് ഫെൽറ്റ് എ പ്രഷർ, ലൈക്ക് പുതിയൊരു ഇൻഡസ്ട്രിയിലോട്ട് പുതിയൊരു ലാംഗ്വേജ് ആ സമയത്ത്. സോ ലൈക്ക് ആ പ്രഷർ ഉണ്ടായിരുന്നു. ലൈക്ക് ഹൗ ഡിഡ് യു ഡീൽ വിത്ത് ഇറ്റ്? ലൈക്ക് I didn't feel the pressure, but I was like, okay, are they casting me? Okay, fine. And I got inspired from Malayalam cinemas a lot. എൻ്റെ ഫേവറേറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്കൊരു റോൾ കിട്ടി. ഓക്കെ, ദാറ്റ് വാസ് വെരി ഓവർവെൽമിങ്. ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ബട്ട് ഐ നീഡ് ടു ഗിവ് ദ വെരി ബെസ്റ്റ്. ഒരു പ്രഷർ പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിൻ്റെ പ്രഷർ ഉണ്ടായി. എന്താ വെച്ചാൽ എനിക്ക് കന്നഡത്തിൻ്റെ ഫ്ലുവൻസി ഇവിടെ കിട്ടില്ലേ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലാംഗ്വേജ് പഠിച്ചു. So not only dialogues, I was speaking with all the technicians in as much Malayalam as possible because I need to. And fortunately, the character had a side which needed Malayalam like me, so that was very beneficial. So moment that happened, the pressure was about the language rather than the industry. See, when we act with the character, we don't think how will this industry accept. It's a film, it's a character.
The character preparation has a little more pressure, language, body language, for her stunts or like for me stunts, those kind of pressure, rather than how would people assume, we don't know. Like we did something which we like, people accepted, and that's the reason we are here. I don't think I take that much pressure about that. മെയിനായിട്ട് സ്റ്റണ്ട് കുറച്ച് ചെയ്യുന്നുണ്ട് ഇതിൽ. ചേതൻ മാസ്റ്ററാണ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്, സ്റ്റണ്ട് കൊറിയോഗ്രാഫി. മാസ്റ്ററായിട്ട് നേരത്തെ ധൂമത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ നമ്മൾ വിളിച്ചിട്ട് ഇതിലേക്ക് വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. അത് ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്ത് എടുക്കുക. ബിക്കോസ് ഞാൻ വളരെ പുതിയതാണ് ഈ ഒരു കാര്യത്തിലേക്ക്. ഞാൻ മുമ്പത്തെ ഒരു പടത്തിലും സ്റ്റണ്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ചെയ്യുമ്പം ഒബ്വിയസ്ലി ആ ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ സെറ്റിൽ ഇപ്പോൾ രാജ് സാർ ആണെങ്കിലും ഞാനാണെങ്കിലും ചേതൻ മാസ്റ്റർ ആണെങ്കിലും ജിഷോ ചേട്ടൻ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മളൊരു അല്ലെങ്കിൽ ഒരു സ്റ്റണ്ട് കോറിയോഗ്രാഫി ചെയ്യുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. അവരുടെ അസിസ്റ്റൻസ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് തോന്നിയില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ചെയ്തു വന്നപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് സിനിമ വരുമ്പോൾ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്യണം എന്ന് ആഗ്രഹമുള്ള, എനിക്കിഷ്ടമാണ്. ഞാനിപ്പോൾ ആക്ഷൻ മൂവീസും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നല്ലോണം. പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ടെൻഷനൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. This was never an action movie, first of all. അപ്പം അങ്ങനെ ഒരു ആക്ഷൻ മൂവിക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് ടു ബി ട്രിം ആൻഡ് എന്താ പറയുക വർക്ക്ഔട്ട് ചെയ്ത് ഭയങ്കര ഇതങ്ങനെയല്ല. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്ന കുറച്ച് സ്റ്റണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി വർ നോട്ട് വെരി ബോതേർഡ് അബൌട്ട് ഹൗ ഐ ലുക്ക്ഡ് ഇൻ ദ ഫിലിം. ബിക്കോസ് ഇഫ് ദാറ്റ് വാസ് കോൺസെൻട്രേറ്റഡ്, അതിൽ കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ പേർപ്പസ് കംപ്ലീറ്റ്ലി പോകും സിനിമയുടെ. നമ്മൾ സിനിമയിൽ പറയുന്നത് നമ്മളൊരു ആക്ഷൻ മൂവിയാണോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഈ സിനിമ ചെയ്യുന്നതെന്നല്ല. നമ്മുടെ സിനിമയുടെ ഉദ്ദേശമേ വേറെയാണ്. ടോക്സ് എ ലോട്ട് അബൌട്ട് ഇമോഷൻസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആക്ഷൻ ഫിലിമാണ് ഞാൻ കമ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിലേക്കാണ് നേരത്തെ പറഞ്ഞ മാതിരി പോകേണ്ടത്. ഇത് അങ്ങനത്തെ ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പം അതിൽ വി ഡിഡ്ന്റ് കോൺസെൻട്രേറ്റ് എ ലോട്ട് ഓൺ ഹൗ ഐ ലുക്ക്ഡ് ഓർ ഫിസിക്കിൻ്റെ കാര്യത്തിൽ ആയിരുന്നില്ല കോൺസെൻട്രേഷൻ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇറ്റ് ലുക്സ് വെരി നോർമൽ. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ നോർമലായിട്ടുള്ള ഒരു ലേഡി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. അപ്പം ആ റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പേ പ്രിപ്പയർ ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഓക്കെ ആയിരുന്നു, എനിക്ക് കൺവിൻസ്ഡ് ആയിരുന്നു. അപ്പം അതല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഫോക്കസ് ചെയ്ത് ഓരോ ബ്ലോക്കൊക്കെ വെച്ച് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യുന്ന ഫൈറ്റ് സീക്വൻസോ സ്ട്രഗിളോ ഒന്നുമല്ല. നമ്മൾ ഓരോ ആക്ഷൻ്റെ അടുത്തും ഓരോ ആക്ഷൻസും മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. അപ്പം ഇപ്പം എനിക്കൊരു സിറ്റുവേഷൻ വരുന്നു, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാം, ഞാൻ എൻ്റെ ഈ ബോഡി വെച്ചിട്ടുള്ള എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പം അത്രേ ഉള്ളൂ, അത് കൺവിൻസ്ഡ് ആണ് ആ ക്യാരക്ടറിന്.